മഹാരാഷ്ട്രയിൽ BJPയും അവരുടെ കേഡേഴ്സും അതേപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന, ഒറിജിനൽ ശിവസേന അവരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത്. പിന്നെ NCPയുടെ പവാർ പക്ഷം, അജിത് പവാറിൻ്റെ കൂടെ അവർ നേടിയ വിജയം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിട്ട് അങ്ങ് മാറി. ഇവിടെ കോൺഗ്രസും അതേപോലെ പ്രതിപക്ഷ പാർട്ടികളും കഴിഞ്ഞ 2024 പാർലമെൻറ്റ് ഇലക്ഷൻ ഇവർക്കാണ് അവിടുത്തെ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്കാണ് കോൺഗ്രസും ശിവസേനയും, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിൻ്റെ അജിത് പാർട്ടിയും അവരെല്ലാം പറഞ്ഞത് മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻ തൂത്തുവാരും അതേപോലെ തന്നെ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിയുമ്പോൾ നരേന്ദ്രമോദി രാജിവെക്കേണ്ടി വരും. അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കാം. ഇവരുടെ പാർട്ടി നേതാക്കൾ പാർലമെൻറ്റിൽ പറഞ്ഞതാണ് ഇതൊക്കെ. പക്ഷേ നേരെ തിരിച്ച് സംഭവിച്ചു. എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത്? ഹരിയാനയിൽ അതേപോലെ തന്നെ BJP പാർലമെൻറ്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ടു, ചെറിയ രീതിയിൽ പോലും. കാരണം ഭൂരിപക്ഷം സീറ്റ് കിട്ടിയത് കോൺഗ്രസ് പാർട്ടിക്കാണ്. അവിടെയാണ് വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി BJP അധികാരത്തിലിറങ്ങും. ഹരിയാന നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത്. കാരണം ഇലക്ഷൻ റിസൾട്ടിനും ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കളും ഒരുമിച്ച് നിന്നിട്ട് അവരടിയായി. ആരാണ് അടുത്ത മുഖ്യമന്ത്രിയാകുന്നത്, ആരൊക്കെ അവർ മന്ത്രിമാരെ വരെ തീരുമാനിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ, പത്ര റിപ്പോർട്ടുകളിലാണ് പറയുന്നത്. അപ്പോൾ അവർ ഓരോ അവിടെയുള്ള നേതാക്കൾക്കെതിരെ അന്യോന്യം അവരുടെ പാർട്ടിക്കകത്ത് മറ്റുള്ള സീനിയർ ലീഡേഴ്സിനെതിരെ ചെളിവാരി എറിഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. ഇലക്ഷന് മുമ്പ്, അതായത് ഇലക്ഷന് ശേഷവും ഇലക്ഷന് മുമ്പും അവിടെ ഉദ്ധവ് താക്കറെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം അവർ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ അകത്ത് ആരാണ് അടുത്ത ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആകുന്നത് അവർ തമ്മിൽ അടിയായി. ശരത് പവാറിൻ്റെ പാർട്ടിക്കകത്ത് പിന്നെ ശരത് പവാർ പറയുന്നയാൾ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, കാരണം അദ്ദേഹത്തിൻ്റെ മകള് സുല അവരായിരിക്കും. അതും അങ്ങ് തീരുമാനിച്ചു. ഇതിനെയെല്ലാം വെട്ടി നിരത്തി നാശമാക്കിയിട്ടാണ് BJP നയിച്ച സഖ്യം. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഏക്നാഥ് ഷിൻഡെ, അദ്ദേഹം ഒറിജിനൽ ശിവസേനയിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നതാണ്. അതേപോലെ NCPയുടെ അജിത് പവാർ, അവർ പവാറിൽ നിന്നും വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് ലയിച്ചതാണ്. ലാൻഡ് സ്ലൈഡ് വിക്ടറി, ചരിത്ര വിജയം കുറിച്ചു. ആലോചിച്ച് നോക്കുക. ഈ ഒരു വർഷം പോലും ആയില്ല ജനങ്ങൾ പൂർണ്ണമായിട്ടും BJP നയിക്കുന്ന മുന്നണിക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചു. അപ്പോൾ എന്താ കാരണം? ഇപ്പോൾ കാരണങ്ങൾ കാണുമല്ലോ. പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ഇല്ലാത്ത നോൺ കോൺഗ്രസ് ഗവൺമെൻറ്. അതായത് നമ്മൾ ഈ ശിവസേന എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ ഞാനൊരു ശിവസേനക്കാരനായിട്ടൊന്നും കൂട്ടുന്നൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ക്വാളിറ്റി ഒന്നും 24 മണിക്കൂറും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ താല്പര്യമില്ലാത്ത ഒരു നേതാവാണ് ഈ ഉദ്ധവ് താക്കറെ. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി രണ്ടായിട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ മകൻ മുംബൈയിൽ മത്സരിച്ചു, അടിതെറ്റിപ്പോയി. ആലോചിച്ച് നോക്കുക, ശിവസേനയുടെ കോട്ടയാണ് മുംബൈ. അവിടെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ആദിത്യ താക്കറെ അവിടെ പരാജയപ്പെടുന്നത്. ഞാൻ ഉദ്ദേശിച്ച ചിലപ്പോൾ ആദിത്യ താക്കറെ ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ട്രെയിലിംഗ്. ഇനി അടുത്ത് ഞാൻ പറയും എന്തുകൊണ്ടാണ് മുംബൈ, അതായത് മുംബൈ സിറ്റി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് BJPക്ക് എതിരായിട്ടാണ് അവർ വോട്ട് ചെയ്തത്. എന്താണ് പെട്ടെന്ന് BJPക്ക് അനുകൂലമായിട്ട് അവർ വോട്ട് ചെയ്യാൻ കാരണം? അതിൻ്റെ ചില ഘടകങ്ങളുണ്ട്. ഒന്നാമത്, ഇപ്പോൾ മോദി നയിക്കുന്ന BJP മാറിക്കഴിഞ്ഞിട്ട് കേന്ദ്രത്തിൽ ആരാണ് ഭരണം വരുന്നത് മനസ്സിലാക്കുക. മുംബൈയിലുള്ളത് ഏറ്റവും അധികം ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ സിറ്റിയാണ്, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിറ്റിയാണ്, ഇന്ത്യയുടെ എക്കണോമിക് സിറ്റിയാണ്. ഇപ്പോൾ ബിസിനസ്സുകാരാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ മിഡിൽ ക്ലാസ്. ഇവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയുണ്ട്. ഇപ്പം മോദി മാറിക്കഴിഞ്ഞ് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഇതേപോലെ ചെറിയ ചെറിയ പാർട്ടികൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയുടെ എക്കോണമിയും സ്റ്റെബിലിറ്റിയും ഡീസ്റ്റെബിലൈസ് ചെയ്യും. അവർ കച്ചവടക്കാരാണ് ബേസിക്കലി, അവർക്കറിയാം. കാരണം ഒരുമിച്ച് ഇന്ത്യ ഭരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവർ ഇത്ര നാൾ ഭരിച്ചാൽ മാത്രമേ ബിസിനസ്സും എക്കോണമിയും ഗ്ലോബലായിട്ടും ഡൊമസ്റ്റിക്കായിട്ടും മുന്നോട്ട് പോയാൽ മാത്രമേ അവരുടെ ലൈഫ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ കോൺഗ്രസ് പാർട്ടിയും അതേപോലെയുള്ള 37 പാർട്ടികൾ, 1-2 സീറ്റുകളുള്ള പാർട്ടികളെല്ലാം കൂടെ കയറി വന്ന് യോജിച്ചു കഴിഞ്ഞാൽ
അവിടെ കറപ്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ. പ്രധാനപ്പെട്ട പ്രോസ്പെരിറ്റീവായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചില ബജറ്റ് നിർദ്ദേശങ്ങളും, അതായത് എന്താണ് ഗവൺമെൻറ് നോക്കിക്കാണുന്ന ഫ്യൂച്ചർ, അത് മുഴുവനും ഡീറെയിൽ ചെയ്യുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് പ്രധാന ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത് മുംബൈ നിവാസികൾ BJPക്കും ഷിൻഡേക്കും അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. ഒന്നാമത്തെ കാരണം മോദിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യണമെന്ന് ഈ പറയുന്ന മുംബൈ സിറ്റിയിലുള്ള ആളുകൾക്ക് താല്പര്യമില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതാണ് സിറ്റി BJPക്ക് അനുകൂലമായിട്ട് മഹാരാഷ്ട്ര അസംബ്ലിയിൽ വോട്ട് ചെയ്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം മുംബൈ ട്രാഫിക് നിങ്ങൾക്കറിയാവുന്നതാണ്. വലിയ ട്രാഫിക്കാണ്. നമ്മളിപ്പം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇപ്പം ബോർവെല്ലിയിൽ നിന്ന് മലാഡി പോവുകയാണെങ്കിലും, മലാഡിയിൽ നിന്ന് തിരിച്ചേതെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിലും വലിയ ട്രാഫിക്കാണ്. അപ്പോൾ അതിന് പരിഹാരം വർഷങ്ങളായിട്ടുള്ള ഇഷ്യൂ ആണ്. അതിന് പരിഹാരം ഉണ്ടാക്കിയത് അവിടെ ഭരിക്കുന്ന BJP ഗവൺമെൻറ്റും കേന്ദ്രം ഭരിക്കുന്ന മോദി ഗവൺമെൻറ്. കാരണം ടണൽ വഴിയുള്ള യാത്ര, സീ സൈഡിൽ കൂടെ യാത്ര, കാരണം ഈ ട്രാഫിക് എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്നങ്ങ് മാറ്റിയെടുത്തു. ട്രാഫിക് ജാം മാറ്റിയെടുക്കുവാൻ ഈ 2 ഗവൺമെൻറ്റും കൂടെ ഒരുമിച്ച് ഭരിച്ചപ്പോൾ അവർക്കതിന് കഴിഞ്ഞു. അത് രണ്ടാമത്തെ വലിയ ഘടകമാണ്. ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു വലിയ ഉത്സവമാണ് നടന്നത്. കാരണം അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ പ്രശ്നം. കാരണം അവിടെ ട്രെയിനാണെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറാണ്. അതിൻ്റെ റഷും എല്ലാം വളരെ ശക്തമായ രീതിയിലാണ് കുറഞ്ഞു. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പല കണക്ടിവിറ്റി റോഡ് പല സിറ്റികളുമായിട്ട് മുംബൈ ആയിട്ട് കണക്ട് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പല പല സ്റ്റേറ്റ് ഹൈവേകളും എക്സ്പ്രസ് ഹൈവേകളാക്കി മാറ്റി. ഇപ്പം നാഗ്പൂരിൽ നിന്നും ബോംബെയിലോട്ടും, അതേപോലെ പല സിറ്റികളിൽ നിന്ന് ഇങ്ങോട്ടും, അതേപോലെ തന്നെ ഈ കൊങ്കൺ റൂട്ടിൽ നിന്ന് പനവേൽ വരെയുള്ള ഹൈവേ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ഗവൺമെൻറ്റാണ്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും മോദിക്ക് അവിടുത്തെ ഭരിച്ച സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് മുഴുവൻ ക്രെഡിറ്റും. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ജനങ്ങളുടെ കണക്ടിവിറ്റി കൂടി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം വല്ലാത്ത രീതിയിൽ അങ്ങ് മാറി. ഇതൊക്കെ ഓരോ ഘടകങ്ങളായിട്ടങ്ങ് മാറി. പിന്നെ അഴിമതി പഴയ പോലെ ഒന്നും നടക്കുന്നില്ല. കാരണം അതിനെയും കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ BJPക്കാരനല്ല അവിടുത്തെ മുഖ്യമന്ത്രി എങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ BJPക്ക് കഴിഞ്ഞു. അത് മറ്റൊരു ഘടകമായി മാറി. പിന്നീട് ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുണ്ടായ മാറ്റം, അതായത് നേരത്തെ 1 വർഷം മുമ്പ്, അത് 1 വർഷം പോലും ആയില്ല, മോദിക്കെതിരെ വോട്ട് ചെയ്തവർ മോദിക്ക് അനുകൂലമായിട്ടും BJPക്ക് അനുകൂലമായിട്ടും അവർ വോട്ട് ചെയ്തു. പിന്നെ സ്ത്രീകൾക്ക് അവിടുത്തെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പോപ്പുലർ പോളിസീസ്, അതായത് എല്ലാവർക്കും 1500 വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുമെന്നും അവർ ഇലക്ഷൻ വിജയിച്ച് വന്നാൽ അത് 2500 മാറ്റുമെന്നും പറഞ്ഞപ്പോൾ അവിടെ സ്ത്രീകൾ ഈ ഗവൺമെൻറ്റിനും BJPക്കും അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. കാരണം വലിയൊരു റിച്ച് സ്റ്റേറ്റാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ കാണുന്നത് അവിടെ കർഷകന് അവൻ്റെ സാധനങ്ങൾക്ക് വില കിട്ടാൻ തുടങ്ങി. മനസ്സിലാക്കുക, ഈ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കർഷകർ സൂയിസൈഡ് ചെയ്ത സ്റ്റേറ്റാണ്. അപ്പോൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ തുടങ്ങി, അത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പം അതിന് ഒരു അടിസ്ഥാന വിലയുണ്ടായി. ഇതെല്ലാ ഘടകങ്ങളും ഒരുമിച്ച് പെട്ടെന്ന്. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുവാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഈ റിച്ചായിട്ടുള്ള മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ പടിപടിയായിട്ട് മാറ്റി അവരുടെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കൊടുത്തു. അതുകൊണ്ടാണ് ഈ ലാൻഡ് സ്ലൈഡ് വിക്ടറി കിട്ടിയത്. മനസ്സിലാക്കുക, ഈ ഗവൺമെൻറ് രൂപീകരിച്ച സമയത്ത് ഏകദേശം വളരെ വിമർശനവും ഉണ്ടായത്. ഒരു ഭാഗത്ത് ശിവസേനയുടെ ആൾക്കാർ ഇപ്പുറത്ത് ചാടുന്നു, അവർ ഒളിവിൽ പോകുന്നു ഗുവാഹട്ടിയിൽ, അത് കഴിഞ്ഞ് NCP വരുന്നു. ഇപ്പോൾ ശരത് പവാർ എന്താ പറഞ്ഞു, 100% അവിടെ കോൺഗ്രസ്, അത് ഇന്ത്യ മുന്നണി, അതായത് BJPക്കെതിരെയുള്ള മുന്നണി വിജയം കൈവരിക്കും. അങ്ങനെയാണ് ഉദ്ധവ് താക്കറെയൊക്കെ പറഞ്ഞ് റെഡിയായിട്ട് ഭരണത്തിൽ കയറായിരുന്നതാണ്. ഇത് മുഴുവനും മാറി പറഞ്ഞു. ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. അതായത് ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി അതാണ്. ഇനി മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. വെസ്റ്റേൺ മഹാരാഷ്ട്ര, അതായത് ബാരാമതി, ഈ കരിമ്പിൻ്റെ ഷുഗറിൻ്റെ ഒക്കെ ബെൽറ്റായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതെല്ലാം ശരത് പവാറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ ഇന്ദിരാഗാന്ധി എമർജൻസി കഴിഞ്ഞിട്ട് അധികാരത്തിൽ വരുമ്പോൾ പോലും അവിടെ ആ വെസ്റ്റേൺ മഹാരാഷ്ട്ര കോൺഗ്രസ്സിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. അവിടെ ഇപ്രാവശ്യം കോൺഗ്രസ് അട്ടിതെറിച്ച് പോയി, തെറിച്ച് നാശമായിപ്പോയി.
ആ രീതിയിലോട്ടാണ് ഇത് മാറിപ്പോയത്. പിന്നീട് നോക്കുക, ഈ NCPയുടെ അവർക്ക് ഏകദേശം 80 സീറ്റാണ് മത്സരിക്കാൻ കൊടുത്തത്. ഈ 80 സീറ്റിൽ മത്സരിക്കാൻ, അതായത് ശരത് പവാറിന് അവിടെ പോപ്പുലറായിട്ടുള്ള ലീഡേഴ്സ് ഇല്ലാതായിപ്പോയി. കാരണം അവരെല്ലാം മറ്റേ അജിത് പവാറിൻ്റെ കൂടെ അങ്ങ് പോയി. കാരണം പാർട്ടി മുഴുവൻ അങ്ങോട്ടങ്ങ് പോയി, ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ കോൺഗ്രസ്സിനും ഉണ്ടായി. കോൺഗ്രസ്സിന് ചെറുപ്പക്കാരും അത് നേതൃത്വത്തിലോട്ട് വരാൻ ആളുകളില്ല. ആ പാർട്ടിയിൽ നിന്നുള്ളവർ BJPയിലും പോയി, കുറച്ച് പേര് ശിവസേനയുടെ ഷിൻഡെ പക്ഷത്തും പോയി. അതായത് വളരെ കാൽക്കുലേറ്റീവായിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വവും അവിടുത്തെ സംസ്ഥാന നേതൃത്വവും ശക്തമായ 3-4 മാസം ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിച്ചു. അത് ഇലക്ഷൻ മൈക്രോ മാനേജ്മെൻറ്റിൽ പ്രവർത്തിച്ചു. അപ്പോഴാണ് ഈ വിജയം ഉണ്ടായേക്കുന്നത്. മനസ്സിലാക്കുക, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തീർന്നു. ശരത് പവാറിൻ്റെ പാർട്ടി, ശരത് പവാറിൻ്റെ അവസാനത്തെ ലാപ്പാണ് ഈ ഇലക്ഷനോടുകൂടി. കാരണം പ്രായവും അസുഖമൊക്കെ ആയി, അയാളുടെയും പണി തീർന്നു. ഉദ്ധവ് താക്കറെ, ആദ്യത്തെ താക്കറെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആ സംഭവം തൽക്കാലം മാറിപ്പോയി. ഇനി എനിക്ക് തോന്നുന്നു ശരത് പവാർ കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച് സുലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമമാണ് നടക്കാൻ പോകുന്നത്. അതായത് ചില പൊളിറ്റിക്കൽ പാർട്ടിയുടെ വെടി ഇതോടെ തീരുന്നു. BJP അജയ്യനായിട്ട് മുന്നോട്ട് വന്നു. ഇപ്രാവശ്യം BJPയുടെ കാൻഡിഡേറ്റ് ആയിരിക്കും, അവരുടെ സ്ഥാനാർത്ഥിയായിരിക്കും അതിൻ്റെ മുഖ്യമന്ത്രിയാകാൻ. കാരണം 152-157 സീറ്റ് അവർക്കുണ്ട്. ഈ പറയുന്ന ഷിൻഡെ പക്ഷത്തിന് 50-54 സീറ്റേ ഉള്ളൂ. ഈ എൻ്റെ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ BJPയുടെ പകുതി സീറ്റ് പോലും കിട്ടിയില്ല. അത്ര ഗതികേടായി മാറി. അതാണ് മഹാരാഷ്ട്ര, കേരളത്തിലുള്ള BJPക്കാർക്ക് തരുന്നൊരു പാഠം. എങ്ങനെയാണ് പ്രവർത്തിക്കണം. തോറ്റു, പക്ഷേ എങ്ങനെ തിരിച്ചു വരും. അതാണ്, ആ പാഠമാണ് കേരളത്തിലെ BJPക്കാരും പഠിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാനും എൻ്റെ ഒരു ധാരണ അവിടെ കോൺഗ്രസും നയിക്കുന്ന മുന്നണി ജയിക്കാനുള്ള സാധ്യത കൂടും. കാരണം കഴിഞ്ഞ 1 വർഷം പോലും ആയില്ല ഇലക്ഷൻ്റെ ആ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ. പക്ഷെ അതിശക്തമായിട്ട് BJP ഷിൻഡെ നയിച്ച ഗ്രൂപ്പ് തിരിച്ചു വന്നു. അവരിനി ശക്തമായ രീതിയിൽ പെർഫോം ചെയ്യും. കാരണം ഇന്ത്യൻ ബിസിനസ്സിൻ്റെ ഹബ്ബാണ് ഈ പറയുന്ന മുംബൈ. അപ്പോൾ അവരൊരുമിച്ച് നിൽക്കും. അതായത് ഇവരെല്ലാം മോഡിയുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം.